ഡീപ്സീക്ക് എന്ന ചൈനീസ് കമ്പനിയുടെ വരവ് വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിൽ നിലവിലുള്ള കുത്തക ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളുടെയൊക്കെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ, അവരുടെ ഓഹരി വിപണിയെ വരെ ബാധിക്കുന്ന തരത്തിൽ ഒരു കമ്പനി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അതും ചൈനയിൽ നിന്നാണ്. സത്യത്തിൽ ഇത് ഈ കുത്തകകൾക്കുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെയല്ലേ അവതരിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ വേണേൽ നമുക്ക് പറയാം. കുത്തകൾക്കുള്ള വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിടുക, തുടക്കത്തിൽ ഈ എന്താ പറയുക സോഫ്റ്റ്വെയറൊക്കെ വന്ന സമയത്ത് കുത്തക സോഫ്റ്റ്വെയറുകളെ കുറിച്ചും സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ കുറിച്ചുമൊക്കെയുള്ള വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സ്വീകരിക്കണം, സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ സ്വീകരിച്ചുകൂടെ, കുത്തകകൾ അവരുടെ നിയന്ത്രണത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ തന്നെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ ഡിബേറ്റൊക്കെ കുറേ കാലം തുറന്നു, ഇപ്പോഴും തുടരുന്നുണ്ട് കുറേയൊക്കെ. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഏത് വിഭാഗമാണ് ജയിച്ചത് എന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഇപ്പോൾ കേരളത്തിൻ്റെ കേരളത്തിലെ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കണം എന്ന് നിബന്ധന വെച്ചിരുന്നു. അങ്ങനെ കുറേ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കണം. പക്ഷേ മറ്റ് മേഖലകളിലൊക്കെ ഇപ്പോഴും കുത്തകകളുടെ സോഫ്റ്റ്വെയർ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട് എന്നുള്ളതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇതിനെ സമീപിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളൊരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി എന്നോ കൃത്രിമ ബുദ്ധി എന്നോ ഒക്കെ നമ്മൾ പറയുന്ന ഒരു സംഗതി, അത് പറയുമ്പോൾ നമ്മൾ ബുദ്ധി എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആദ്യം ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് മാത്രമുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് സവിശേഷമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണല്ലോ നമ്മൾ പരിഗണിക്കുക ബുദ്ധി എന്ന് പറയുന്നത്. കാര്യങ്ങളെ വിശകലനം ചെയ്ത് എന്താണ് എന്ന് മനസ്സിലാക്കി ഉചിതമായൊരു തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷി, അതിനെയാണല്ലോ നമ്മൾ ബുദ്ധി എന്ന് പറയാം. ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം രാത്രി 8 മണിയാകുമ്പോൾ ഇന്ന് രാത്രി 12 മണി മുതൽ 500-ൻ്റെ 1000-ൻ്റെ നോട്ട് നിരോധിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. ഒരു മുൻ വിചാരവുമില്ലാതെ ഈ ബുദ്ധി ഉപയോഗിക്കാൻ നമുക്കറിയാമെന്ന് നമ്മൾ പലവട്ടം ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ. അതിപ്പോൾ നോട്ട് നിരോധനം, നോട്ട് പിൻവലിക്കലായാലും കൊള്ളാം, എന്താ പറയുക കോവിഡ് ലോക്ക്ഡൗൺ ആയാലും കൊള്ളാം, അങ്ങനെ പല സംഗതികളായാലും, കൊറോണയ്ക്കെതിരെ മറ്റേ പാത്രം മുട്ടലായാലും കൊള്ളാം, അങ്ങനെ പല സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഓപ്ഷനായിട്ടാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത് ഒരു 2015-ലാണ്. 2015 ഇത് ആരംഭിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് സംഗതിയായിട്ടാണ്. അതായത് മനുഷ്യബുദ്ധിക്ക് പാരലായിട്ട് അതുപോലെ പ്രവർത്തിക്കുന്ന വേറൊരു നിർമ്മിത ബുദ്ധി, കമ്പ്യൂട്ടറുകൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ആദ്യം ഫീഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട് തരിക എന്നുള്ളതാണല്ലോ കമ്പ്യൂട്ടറുകളുടെ തുടക്കം, ആദ്യകാലത്തുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു രീതി. അത് പിന്നെ കുറേ അഡ്വാൻസ്ഡായി, കുറേയൊക്കെ ഇപ്പോൾ നമ്മളീ പറയുന്ന നിർമ്മിത ബുദ്ധിക്ക് സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറുകൾ പിൽക്കാലത്ത് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ എങ്ങനെയാണ്, തലച്ചോറ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് സമാനമായ വിധത്തിൽ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നിർമ്മിത ബുദ്ധി ആലോചന വരുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് ഞാനിതൊക്കെ പാരലൽസാണ് പറയുന്നത്. ആദ്യം തുടങ്ങുന്നത് ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിലാണ്. അതായത് ഇത് ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയായിട്ട് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പഠിക്കാനായിട്ട് സാം ഓൾട്ട്മാനും നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തം വലങ്കയായി നിൽക്കുന്ന എലോൺ മസ്കും അങ്ങനെ കുറേ ആളുകൾ കൂടെ ചേർന്നിട്ടാണ് ഇതൊരു നോൺ പ്രോഫിറ്റ് സംഗതിയായിട്ട് ഇത് തുടങ്ങുന്നത്. ഡെവലപ്പ് ചെയ്ത് കുറേ കഴിഞ്ഞ് ഇത് നടക്കും എന്ന് തോന്നി ഒരു 2019 ആയപ്പോൾ ഇതൊരു പ്രോഫിറ്റ് സംഗതിയായിട്ട് അവർ മാറ്റി. അങ്ങനെയാണ് 2022 ആകുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഇപ്പോൾ പറയപ്പെടുന്ന ChatGPT എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതൊരു പ്രോഫിറ്റ് മോട്ടീവുള്ള, അതായത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നത്. നോൺ പ്രോഫിറ്റായി തുടങ്ങി പിന്നീട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു സംഗതിയായിട്ട് നമ്മളൊരു പാരലൽ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പരസ്യ മോഡലായിട്ട് അരങ്ങേറി രാജ്യത്ത് കൊണ്ടുവന്ന ഒരു ടെലികോം ശൃംഖലയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ടെലികോം ശൃംഖല തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാറ്റ ഫ്രീ ആയിട്ട് തരുന്നു, നിങ്ങൾക്ക് മറ്റേ ഈ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഫ്രീ ആയിട്ട് തരുന്നു, നിങ്ങളിത് എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തായി, ഈ പറയുന്ന നമ്മളിതൊക്കെ ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡാറ്റയ്ക്ക് എന്താണോ മാർക്കറ്റ് റേറ്റ്
ചിലപ്പോൾ മാർക്കറ്റ് റേറ്റിന് കൂടുതലോ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. ഇതേ പണി തന്നെയാണ് അവിടെ സാം ആൾട്ട്മാനും എലോൺ മസ്കും ഒക്കെ എടുത്തത്. ഇവിടെ എന്താണോ അംബാനി എടുത്തത് അത് തന്നെയാണ് അവിടെ ഇവരും എടുത്തത്. അപ്പോൾ അങ്ങനെ ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കിക്കൊണ്ട് അവരൊരു നിർമ്മിത ബുദ്ധി ഉണ്ടാക്കി. അതിനേക്കാൾ വലിയ ജയൻ്റായി നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന സംഗതി അവരുടേതായിട്ടുള്ള ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കി. മൈക്രോസോഫ്റ്റ് അവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കി. മൈക്രോസോഫ്റ്റിന് കുറച്ചുകൂടെ ബുദ്ധിയുള്ളതുകൊണ്ട് അവരുണ്ടാക്കിയത് മാത്രമല്ല, അവർ ഓപ്പൺ AI കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക ഓഹരി വിപണിയിൽ അവരുടെ ലാഭം എടുക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇത് 10 കൊല്ലത്തിന് ശേഷമാണ് ഈ ചാറ്റ് GPT 10 8 കൊല്ലത്തിന് ശേഷമാണ് ചാറ്റ് GPT എന്ന് പറഞ്ഞൊരു സാധനം രംഗത്ത് വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് ഒരു ചൈനീസ് കമ്പനി 2 3 കൊല്ലം കൊണ്ട് ഇതാ നിങ്ങൾ ഈ 10 കൊല്ലം കൊണ്ട് ചെയ്ത സാധനം ഞങ്ങൾ ഈ ചെറിയ കാലം കൊണ്ട് ഇതാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന് കുറേ കൂടെ അട്രാക്ഷൻ ഉണ്ടായി. എനിക്ക് കൗതുകം എന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാറ്റ് GPT എന്ന് കേൾക്കുമ്പോഴാണോ ഡീപ് സീക്ക് എന്ന് കേൾക്കുമ്പോഴാണോ നമുക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. ചാറ്റ് GPT എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കൃത്രിമത്വം അവിടെ ഫീൽ ചെയ്യും. ഡീപ് സീക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് സ്വീകരിക്കാൻ പറ്റും. ഡീപ് സീക്ക് എന്നുള്ളതിൻ്റെ അർത്ഥവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആഴത്തിലുള്ളൊരു തിരച്ചിൽ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആളുകൾ അതിനകത്ത് പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ടുണ്ടാവും. ഇത് മാത്രമേ ഇതിൽ സംഭവിക്കുന്നുള്ളൂ, അതിനപ്പുറം വേറൊന്നും സംഭവിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനീസ് കമ്പനി തന്നെ ഇപ്പോൾ അവർ സൗജന്യമായിട്ടാണ് ഇതൊക്കെ തരാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് എടുക്കാം. ചാറ്റ് GPT ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴോ നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറേ കൂടെ ആഴത്തിൽ തിരഞ്ഞ് കുറേ കൂടെ കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ശരിയായിരിക്കും, നമ്മളിത് നേരിട്ട് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല, പക്ഷേ ശരിയായിരിക്കും. പക്ഷെ കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്കും ഇവർക്കും ഇതേപോലെ മാർക്കറ്റിൽ നിലനിൽക്കണം, ലാഭം വേണം, കൂടുതൽ വിപുലീകരണം ആവശ്യമായിട്ട് വരും, ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇവർ എന്താ പറയുക, ഇപ്പോൾ സൗജന്യമായിട്ട് തരുന്നത്, നേരത്തെ ഞാൻ മറ്റേ പ്രധാനമന്ത്രി പരസ്യ മോഡലായിട്ട് അഭിനയിച്ച ടെലികോം ശൃംഖലയുടെ കാര്യം പറഞ്ഞില്ലേ, തുടക്കത്തിലെല്ലാം സൗജന്യമായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുപോലെ ഇവരും അങ്ങനെ മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതാ വരുന്നു എന്നുള്ള മട്ടിൽ ഇതിനെ കണ്ടതില്ല. ഇത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അതിൽ മത്സരം നടക്കുകയാണ്. അതിൽ കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞുള്ള മത്സരം ആര് നടത്തുന്നു, കുറേ കൂടെ ചിലവ് കുറച്ചുകൊണ്ട് കൂടുതൽ മികവ് ആർക്ക് കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിലൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തുല്യമായ അവസരം ലോകത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ തുല്യമായ അവസരം അമേരിക്ക കൊടുക്കുന്നില്ല, അത് സത്യമാണ്. അമേരിക്ക അവരുടെ കുത്തക നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ചിപ്പുകളുടെ കയറ്റുമതി അവർ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ചൈനയിലേക്കുള്ള കയറ്റുമതി അവർ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അവർ നിയന്ത്രിക്കുന്നു. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അമേരിക്കയിലുള്ള ആളുകളാണല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അമേരിക്കയിലുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകൾ മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്, അമേരിക്ക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആളുകളെ പൈസ കൊടുത്ത് അമേരിക്കയിൽ കൊണ്ടുവന്ന് ബുദ്ധി വിലയ്ക്ക് വാങ്ങി അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇത് ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ടൊരു സംഗതിയാണ് അമേരിക്ക ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഡെവലപ്പ് ചെയ്യുന്നതല്ല, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് ലോകത്തിന് മൊത്തത്തിൽ അവകാശപ്പെട്ടതാണ്. അപ്പോൾ പക്ഷേ അത് അവരുടെ കുത്തകയാക്കി വയ്ക്കുകയും ഇതിൻ്റെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓപ്പൺ AI ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ എൻഡ് ചിപ്പുകൾ അവരുപയോഗിക്കുമ്പോൾ അതിൻ്റെ 1 2 ജനറേഷൻ താഴെയുള്ള ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനി വലിയ വണ്ടേഴ്സ് സൃഷ്ടിക്കുന്നത്. അവിടെയാണ് ഈ മത്സരം വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വളരെ 1 2 ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മൊബൈൽസൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ഇന്നിറങ്ങുന്ന മൊബൈലും ഒരു വർഷം മുമ്പ് ഇറങ്ങിയ മൊബൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. അതുപോലെ തന്നെയാണ് ചിപ്പുകളുടെ കാര്യം. ഇന്നിറങ്ങിയ ചിപ്പും ഒരു മാസം മുമ്പ് ഇറങ്ങിയ ചിപ്പും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ 2 3 മാസം മുമ്പ് ഇറങ്ങിയ ഒരു ചിപ്പ് അമേരിക്ക അവരുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതിന് മുമ്പ് വാങ്ങി വച്ച് സൂക്ഷിച്ച് അതുപയോഗിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രോഡക്റ്റ് ഇതാ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഡീപ് സീക്ക്. അവിടെ അവർക്കൊരു ബ്രില്യൻസ് ഉണ്ട്.
ആ ബ്രില്യൻസ് ആണ് അവർ സെല്ല് ചെയ്യുന്നത്. ആ ബ്രില്യൻസ് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ്. അതായത് നിങ്ങൾ എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും, നിങ്ങൾ എന്തൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും, മികച്ചൊരു സാധനം ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം നാട്ടുകാർക്ക് മനസ്സിലാവും. ആ നാട്ടുകാരത് വാങ്ങുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഡീപ് സീക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ സാലിം നേരത്തെ പറഞ്ഞ ഈ ഓഹരി വിപണികളിൽ അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എവിടെയാണ് ഓഹരി വിപണി താഴെ പോകുന്നത്? ഈ ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ ഓഹരിയാണ് ആദ്യം താഴെ പോകുന്നത്. എന്തുകൊണ്ടാണ് ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ ഓഹരി ആദ്യം താഴെ? അവർ വളരെ ഹൈ എൻഡ് പ്രൊഡക്ഷനാണ് എന്ന് പറഞ്ഞ് നിർമ്മിച്ച ചിപ്പ് അവിടെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 2 or 3 ജനറേഷൻ താഴെയുള്ള ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലാണ്, ഏറ്റവും മികച്ചതാണെന്ന് പറയുന്നതിനെ ഉപയോഗിച്ചുണ്ടാക്കുന്നതിനേക്കാൾ മികച്ച പ്രോഡക്റ്റ് ഞങ്ങളിതാ, നിങ്ങൾ 2 or 3 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ വാങ്ങുന്ന ആളുകൾക്ക് സംശയമായി, ഇന്നുണ്ടാക്കിയത് വാങ്ങണോ 4 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയത് വാങ്ങണോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഓഹരി വില താഴെ പോകും. അവരുടെ ഓഹരി വില താഴെ പോയി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റ് GPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും അങ്ങനെ വിവിധ കമ്പനികളുടെ ഓഹരി വിലയിൽ ഉള്ള താഴെപ്പോക്കുണ്ടാവും. അങ്ങനെ താഴെ പോകുമ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റ് കമ്പനികളുടെ ഓഹരികൾ തരും. അതാണ് നമ്മൾ ഓഹരി വിപണിയിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇങ്ങനെ നീണ്ടു നിൽക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.